നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. വയനാട് ദുരന്തത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, നിരവധി പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ നിരവധി പേർ ഇന്നും വയനാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പുനരധിവാസം സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാകേണ്ടതുണ്ട്. അവരോട് ഒരു മനുഷ്യത്വമുള്ള സർക്കാർ കരുണ കാട്ടേണ്ടതുണ്ട്. എന്നാൽ ഈ വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വയനാട് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകാൻ എന്ന പേരിൽ പണിതുയർത്തുന്ന ടൗൺഷിപ്പിൻ്റെ പേരിൽ പോലും കോടികളുടെ അഴിമതി നടന്നു. ഊരാളുങ്കൽ സൊസൈറ്റി സർക്കാരിന് വേണ്ടി കോടികൾ ഈ പദ്ധതിയിൽ നിന്നും അടിച്ചു മാറ്റിയോ? അതിൻ്റെ പ്രാഥമികമായ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് നിർമ്മിച്ച സർക്കാരിൻ്റെ ടൗൺഷിപ്പിലെ ചില വീടുകളിൽ, പുതിയ വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത കേരളം ഇപ്പോൾ വലിയ ഞെട്ടലോടുകൂടിയാണ് കേൾക്കുന്നത്. പുതുപുത്തൻ വീട്ടിൽ എങ്ങനെയാണ് വിള്ളലുണ്ടാകുന്നത്? അഴിമതി അല്ലാതെ മറ്റെന്താണ്? എന്നാൽ ഊരാളുങ്കൽ സൊസൈറ്റി ഒരിടത്തുമില്ലാത്ത ന്യായീകരണവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഇത് നിർമ്മാണം നടക്കുന്ന വീടുകളിൽ സർവ്വസാധാരണമാണ്. വേണ്ടത്ര പരിശോധനകൾ നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് കുറവ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഉടൻ തന്നെ ഈ വീടുകൾ ബന്ധപ്പെട്ട ആളുകൾക്ക്, അർഹരായവർക്ക് നൽകാൻ കഴിയും എന്നൊക്കെയാണ് ഊരാളുങ്കൽ സൊസൈറ്റി പറയുന്നത്. എന്നാൽ ഒരു ചെറിയ വീട് വയ്ക്കുന്നതിൽ എന്ത് സങ്കീർണതയാണ് ഉള്ളത്? വലിയ കെട്ടിട സമുച്ചയങ്ങളല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വീടുകളാണ്, ചെറിയ ചെറിയ വീടുകളാണ്. ഈ വീടുകൾ നിർമ്മിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ പാകപ്പിഴകൾ വന്നിരിക്കുന്നത്. അതായത് സർക്കാർ ടൗൺഷിപ്പിലെ 410 വീടുകളുടെ പണിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ 178 വീടുകൾ ഉടൻ തന്നെ കൈമാറേണ്ടതുണ്ട്. ഈ ഉടൻ തന്നെ കൈമാറേണ്ട വീടുകളിൽ 1-ാം സോണിൽപ്പെട്ട 8-ാം നമ്പർ വീട്ടിലാണ് ഇപ്പോൾ ഇങ്ങനെ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. സമീപത്തുള്ള മറ്റ് ചില വീടുകളിലും വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പദ്ധതിയിലും വലിയ അഴിമതി നടന്നുവെന്നും അതിൻ്റെ പ്രതിസ്ഥാനത്ത് ഊരാളുങ്കൽ സൊസൈറ്റിയും സംസ്ഥാന സർക്കാരുമാണ് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരം ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. മെയ് 20-ന് എങ്കിലും ഈ വീടുകൾ പണി പൂർത്തിയാക്കി അർഹരായവർക്ക് നൽകും എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. പക്ഷേ ഇപ്പോൾ പാകപ്പിഴകൾ കണ്ടെത്തിയതോടുകൂടി കമ്മിറ്റ് ചെയ്ത ആ മെയ് 20-ന് തന്നെ വീടുകൾ പൂർത്തിയാക്കി താക്കോൽ നൽകാൻ കഴിയുമോ എന്ന ഒരു സംശയത്തിലാണ് ജില്ലാ ഭരണകൂടം. എന്തായാലും ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. വീട് നിർമ്മാണത്തിൽ വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ല, അഴിമതി കാട്ടി, അതോടൊപ്പം തന്നെ വേണ്ടത്ര പരിശോധനകൾ നടത്തിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 370 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ വയനാട് ദുരിതാശ്വാസ അല്ലെങ്കിൽ വയനാട് പുനരധിവാസ പദ്ധതി, ടൗൺഷിപ്പ് പദ്ധതി. നിരവധി ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 410 വീടുകളും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ടൗൺഷിപ്പിൽ ഉള്ളത്. അതിൻ്റെ നിർമ്മാണ ചുമതല വിവാദ കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നൽകിയിരിക്കുന്നത്. ഈ വീടുകളുടെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ വലിയ അപാകത കണ്ടെത്തിയിരിക്കുന്നത്. 2024 ജൂലൈ മാസം 30-ാം തീയതിയാണ് കേരളത്തെ ഞെട്ടിച്ച ആ അപകടമുണ്ടായത്. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 298 പേരാണ്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. മനുഷ്യ മാംസം ചിന്നിച്ചിതറിക്കിടന്നിരുന്ന ഒരു ശ്മശാന ഭൂമിയായി പിന്നീട് വയനാട് മാറി. കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഞെട്ടലോടുകൂടിയാണ് ആ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടത്. ആദ്യ ദിവസങ്ങളിൽ ഈ വാർത്ത കണ്ട് എല്ലാവരും ഞെട്ടുന്നു. പിന്നീട് മരിച്ചവരുടെ മൃതദേഹം പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നു. തിരിച്ചറിയാൻ കഴിയാത്ത ധാരാളം ശരീരഭാഗങ്ങൾ അത് ഒരുമിച്ച് തന്നെ ആരാണെന്ന് അറിയാതെ സംസ്കരിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. കേരളം വിറങ്ങലിച്ച് നിന്നിരുന്ന ഒരു സമയമായിരുന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സന്നദ്ധ പ്രവർത്തകർ, അത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലായിക്കോട്ടെ മറ്റ് സംഘടനകളുടെ പേരിലായിക്കോട്ടെയൊക്കെ ഏകോപിച്ചുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ ഒരു മനസ്സോടുകൂടി രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു ദുരന്തമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ. എന്നാൽ ഈ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ വീടുകൾ നൽകേണ്ടി വന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങ് ആവശ്യമുണ്ടായിരുന്ന ജനതയെ സർക്കാർ വഞ്ചിക്കുകയാണോ എന്ന തോന്നലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. ഇത്തരത്തിൽ ലോക മനസ്സാക്ഷിയെ തന്നെ
തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു, ഒരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വയനാട്ടിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്, വയനാട് സന്ദർശനം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് വയനാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വയനാടിന് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായി. പ്രധാനമന്ത്രി വന്നുപോയതല്ലാതെ വയനാട് ദുരിതാശ്വാസത്തിന് ഒരു തുകയും കിട്ടിയില്ല എന്ന് നിരന്തരം LDF സർക്കാർ ആരോപിച്ചിരുന്നു. അതായത് അന്ന് പ്രധാനമന്ത്രി വയനാട്ടിലെത്തുകയും ഈ ദുരന്ത കാഴ്ചകളെല്ലാം തന്നെ നേരിട്ട് വിലയിരുത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പങ്കെടുത്തവരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. വയനാട് പുനർനിർമ്മിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പണം നോക്കില്ല, എന്താണോ ആവശ്യമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രപ്പോസൽ അത് സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം. അത് തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയാൽ ആവശ്യമായ സഹായം കേന്ദ്രം നൽകും എന്നാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എന്നാൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ലെന്നും വയനാടിന് വേണ്ടി ഒന്നും നൽകിയില്ല എന്നുമാണ് LDF പിന്നീട് ആരോപിച്ചത്. UDFും ആ ആരോപണം ഏറ്റുപിടിച്ചിരുന്നു. മാത്രമല്ല ഈ വയനാടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് LDFും UDFും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി LDF കേന്ദ്രങ്ങൾ UDFിനെതിരെ വലിയ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. അതായത് വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ കോൺഗ്രസ് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തിയെന്നും ആ പണപ്പിരിവ് അല്ലെങ്കിൽ പിരിച്ച തുക മുഴുവൻ കോൺഗ്രസ് നേതാക്കൾ അടിച്ചുമാറ്റിയെന്നും ഇപ്പോൾ വീട് വെച്ച് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നും LDF കേന്ദ്രങ്ങൾ ആരോപിച്ചിരുന്നു. ആ ആരോപണത്തിന് മറുപടിയായി പിരിച്ച തുകയുടെ കണക്കടക്കം കോൺഗ്രസ് പുറത്തുവിട്ടു. എന്നാൽ പിന്നീട് വീണ്ടും ഇത് ശരിയായ കണക്കല്ല, മുസ്ലിം ലീഗ് പോലും ഏതാണ്ട് 36 കോടിയോളം രൂപ പിരിച്ചു, കോൺഗ്രസ് ഈ 6 കോടി മാത്രമേ പിരിച്ചുള്ളൂ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. 2 അക്കൗണ്ടുകളിലേക്ക് ഈ വയനാട് ദുരിതാശ്വാസം വന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിൽ നിന്നും മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ടോ എന്നറിയാനായി അക്കൗണ്ട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം എന്ന് LDF പറഞ്ഞു. പക്ഷേ ഇതിനൊന്നും പിന്നീട് UDF മറുപടി പറഞ്ഞ് കണ്ടില്ല. മാത്രമല്ല LDF നടത്തിയ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പടക്കം ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിച്ചത്. സർക്കാരിൻ്റെ പദ്ധതികൾ വൈകുകയാണ് എന്നും സർക്കാർ ഇക്കാര്യത്തിൽ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും UDF ആരോപിക്കുന്നു. എന്നാൽ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച പണം മുഴുവൻ അടിച്ചു മാറ്റുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്ന് LDFും ആരോപിക്കുന്നു. മാത്രമല്ല LDF കേന്ദ്ര സർക്കാരിനെതിരെയും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത തുക അത് വയനാടിന് കിട്ടിയില്ല എന്നും LDF ആരോപിക്കുന്നുണ്ട്. പക്ഷേ BJP കേന്ദ്രങ്ങൾ വ്യക്തമായ കണക്കുകളടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് വയനാട് ദുരന്തമുണ്ടായതിന് ശേഷം സംസ്ഥാനത്തെ ദുരന്ത നിവാരണ നിധിയിൽ നിന്നാണ് തുകകൾ ചെലവഴിച്ചത്. ആ ദുരന്ത നിവാരണ നിധിയുടെ ഭൂരിഭാഗവും സംഭാവന ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. മാത്രമല്ല ഇതിന് പ്രത്യേകമായി വയനാട് ദുരിതാശ്വാസത്തിന് പ്രത്യേകമായി പലതവണയായി കേന്ദ്രം പണം അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി 530 കോടി രൂപ പലിശയില്ലാത്ത പലിശരഹിത ദീർഘകാല വായ്പ അത് കേരളത്തിന് അനുവദിച്ചു. അത് ഏതാണ്ട് 50 വർഷം കഴിഞ്ഞു മാത്രം തിരിച്ചടയ്ക്കേണ്ടുന്ന ഒരു വായ്പയാണ്. അത് ഏതാണ്ട് 530 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഇപ്പോഴത്തെ ഈ ടൗൺഷിപ്പ് നിർമ്മാണം എന്ന് പറയുന്നത് വെറും 370 കോടി രൂപയുടേതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM ഈ വയനാട് ദുരിതാശ്വാസത്തിന് ഒന്നും ചെയ്തില്ല എന്ന കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന വാദം തെറ്റാണ് എന്ന് BJP കേന്ദ്രങ്ങൾ പറയുന്നു. മാത്രമല്ല വയനാട് ദുരിതാശ്വാസത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൊതുജനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ആ സംഭാവന അതും ഇതുവരെ സർക്കാർ ചെലവഴിച്ചിട്ടില്ല. അത് അതുപോലെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. ഇതും ചിലവഴിക്കാമായിരുന്നത് എന്തുകൊണ്ട് സർക്കാർ ചിലവഴിച്ചില്ല എന്ന് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ആരോപിച്ചിരുന്നു. ഇങ്ങനെ വയനാടിൻ്റെ പേരിൽ നിരവധി രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കേരളം കേട്ടിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങൾക്കെല്ലാം ഒടുവിൽ വയനാട് ദുരിതം ബാധിച്ചവർക്ക് കൃത്യമായ ഒരു പുനരധിവാസം, അവർക്ക് കൃത്യമായി തന്നെ ഇനി ശേഷിക്കുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പാർപ്പിടം, അതോടൊപ്പം തന്നെ മറ്റ് ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം സർക്കാർ ഉണ്ടാക്കി കൊടുക്കുമെന്നും ഈ ടൗൺഷിപ്പ് നിർമ്മാണം അത് മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെയല്ല, ഈ പ്രളയ ദുരിതാശ്വാസമൊക്കെ പോലെയല്ല, അത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നുമൊക്കെ ഒരു പൊതുജനവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ നഷ്ടപ്പെടുകയാണ്. സമയബന്ധിതമായി ജനങ്ങൾക്ക് വീട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി ഈ ഭവനരഹിതർക്ക് വേണ്ടി നിർമ്മിച്ച, അതായത് മനുഷ്യ മാംസങ്ങൾ ചിതറിക്കിടന്ന ഒരു ശ്മശാന ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിർമ്മിച്ചു കൊടുക്കേണ്ടതായ
ആ വീടുകൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ വീടുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന തുകയിൽ നിന്നും ചിലർ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന സംശയവും ആരോപണവുമാണ് ഇപ്പോൾ പുതുപുത്തൻ വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയതിലൂടെ അല്ലെങ്കിൽ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നത്. തീർച്ചയായും അത് LDFന് നേരെ, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു വലിയ ആരോപണമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രാഷ്ട്രീയ കേരളം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ വിഷയമായിരിക്കും ഇനി കൂടുതലായും ചർച്ച ചെയ്യുക.